എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ ഈ പെൺകുട്ടിയാകട്ടെ ഒരു സുന്ദരനായ ചെറുപ്പക്കാരനിൽ നിന്നും ഭക്ഷണം ഓർഡർ ചെയ്യുമായിരുന്നു. ഭക്ഷണം വാങ്ങിക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി ഒരു ഫേസ് മാസ്ക് ധരിച്ചാണ് വാങ്ങിയത്. അതിനുള്ളിലെ മുഖം സുന്ദരമായിരുന്നു എന്ന് ഡെലിവറി ബോയ്ക്ക് മനസ്സിലാകുന്നു. എല്ലാ ദിവസത്തെയും പോലെയല്ല, ഈ ദിവസം നേരത്തെ തന്നെ ആ പെൺകുട്ടി ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. നേരത്തെ ഫുഡ് ഓർഡർ ചെയ്തത് എന്തോ പന്തികേട് മനസ്സിലാക്കി ഈ പയ്യനാകട്ടെ അവിടേക്ക് ചെല്ലുകയാണ്. ചെന്ന സമയത്ത് സന്തോഷമുള്ള പെൺകുട്ടിയുടെ മുഖമല്ലായിരുന്നു, അവളുടെ കണ്ണിലെ പേടി അവന് കാണാമായിരുന്നു. ആ പാഴ്സൽ വാങ്ങിക്കുന്ന സമയത്ത് പെൺകുട്ടിയാകട്ടെ പയ്യന്റെ കയ്യിൽ നഖം കൊണ്ടൊരു മാർഗിടുകയാണ്. ഒന്നും മനസ്സിലാകാതെ ഈ പയ്യൻ വണ്ടി ഓടിച്ച് തിരിച്ചു വരികയാണ്. ആ സമയത്താണ് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കി അവൻ തിരിച്ച് വണ്ടി ഓടിച്ച് അവിടേക്ക് ചെല്ലുന്നത്. ആ വാതിലിൽ മുട്ടിയെങ്കിലും ആരും തുറന്നില്ല. പെട്ടെന്ന് അടുത്തുള്ള റൂമിലെ ഒരുത്തൻ പുറത്തേക്ക് വരുന്നു. ആ റൂമിൽ താമസമില്ലെന്ന് പറയുകയാണ്. പേടിച്ചു പോയി അവൻ പോലീസിനെ വിളിക്കുന്നു. പോലീസ് റൂമിലേക്ക് എത്തിയെങ്കിലും പെൺകുട്ടിയുടെ ഒരു അടയാളവും കണ്ടെത്താനായില്ല. മുൻപ് താമസിച്ചത് ആനി എന്നൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കുന്നു. 6 മാസം മുന്നേ കാർ അപകടത്തിൽ അവൾ മരിച്ചിരിക്കുന്നു. ആ പയ്യൻ എന്തോ പ്രശ്നമുണ്ടെന്ന് പോലീസുകാർ മനസ്സിലാക്കി അവനെ വിദഗ്ധ ചികിത്സയ്ക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷെ അവൻ നോർമലായിരുന്നു. പിറ്റേ ദിവസവും അവർ റൂമിൽ വന്ന് ഇൻസ്പെക്ട് ചെയ്തപ്പോൾ ആ പെൺകുട്ടിയുടെ പ്രസൻസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. കാരണം അവിടുത്തെ ഫ്രിഡ്ജിൽ തണുപ്പും ടോയ്ലറ്റ് ഭയങ്കര വൃത്തിയുമായിരുന്നു. ആനി മരണപ്പെട്ടതിന് ശേഷം ആ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടെന്നും പറയുകയാണ്. അങ്ങനെ അവർക്ക് ടേബിളിൽ നിന്ന് ഫേസ് മാസ്ക് കിട്ടുന്നു. അതിലുണ്ടായിരുന്ന ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്.